കട്ടപ്പനയുടെ സ്വപ്ന പദ്ധതിയായ തണലിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. മാർച്ച് 31 മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. കട്ടപ്പനയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് പള്ളിക്കവല ടൗൺ ഹാൾ ബൈപ്പാസ് റോഡിലെ മരങ്ങളാൽ നിറഞ്ഞ ഈ പ്രദേശം. 100 മീറ്റർ റോഡിന്റെ ഇരുവശങ്ങളിലും തണൽ മരങ്ങൾ. ഏത് വെയിലത്തും ഇവിടെ തണലുള്ളതിനാൽ നിരവധി ആളുകളാണ് വിശ്രമിക്കാനായി ഇവിടെ എത്തുക. ഈ സ്ഥലത്തെ മരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് നഗരസഭ തണലിടം എന്ന പേരിൽ ഇവിടെ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. നഗരസഭാ ബജറ്റിൽ 15 ലക്ഷം രൂപ റോഡിന്റെ സൈഡ് കെട്ടിന് അനുവദിച്ചിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയിൽപ്പെടുത്തി 37 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ച് തണലിടം പദ്ധതി മാർച്ച് 31 മുൻപ് നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. നഗരസഭ 2025-26 പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തണലിടം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ടൗണുമായി ബന്ധപ്പെട്ട് ആളുകൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പ്രോജക്റ്റാണ് തണലിടം പദ്ധതി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനസഹായവും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഏതാണ്ട് 55 ലക്ഷം രൂപ മുടക്കി ഈ തണലിടം പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. നമ്മുടെ ഈ ബൈപ്പാസ് റോഡിൽ നിലവിലുള്ള വീതി ആളുകൾക്ക് ഇരിപ്പിടവും അതോടൊപ്പം തന്നെ മൂവബിളായിട്ടുള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ തണലിടം പദ്ധതി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാർച്ച് 31 മുമ്പ് തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിയുമായിട്ടാണ് മുനിസിപ്പാലിറ്റി മുമ്പോട്ട് നീങ്ങുന്നത്. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഉല്ലസിക്കാനും ഇനി തണലിടം തേടി ആളുകളെത്തും. മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച് ചാരുബെഞ്ചുകൾ, പൂച്ചെടികൾ, സോളാർ ലൈറ്റ്, ക്യാമറ, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഫ്രീ വൈഫൈ, എക്സസൈസ് മെഷീൻ, കഫറ്റേരിയ എന്നിവയാണ് തണലിടത്തിൽ വരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.